ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് തീർന്നു. എന്നാലും ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺട്രവേഴ്സീസ് ശരിക്കും എന്താ പറയുക, സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയണം. ഞാൻ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ ബാക്ക് ടു ജോലിക്ക് കയറി, അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് എല്ലാ കണ്ടന്റും ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ റെസ്പോൺസസും റിപ്ലൈസുമാണ് ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കുറെ ആൾക്കാർ അനു ഡിസേർവ്സ് ദ കപ്പ് എന്ന് പറയുന്നു. കുറെ ആൾക്കാർ അനു കപ്പ് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. കുറെ ആൾക്കാർ പി ആറിൽ മാത്രം ജയിച്ചു എന്ന് പറയുന്നു. കുറെ ആൾക്കാർ പി ആറിൽ മാത്രമല്ല ആളുടെ പ്രയത്നത്തിൽ ജയിച്ചു എന്ന് പറയുന്നു. കുറെ ആൾക്കാർ പറയുന്നത് പി ആർ ജയിച്ചു, പൈസ ജയിച്ചു, പ്രേക്ഷകരുടെ ഇഷ്ടം നടന്നില്ല. ഇങ്ങനെ പലതരം അഭിപ്രായങ്ങളാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. ഓക്കെ, സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് നമ്മളുടെ അപ്പാനിയുടെ റെസ്പോൺസ് ആണ്. ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ മൊത്തത്തിൽ അനുമോളെ ടാർഗറ്റ് ചെയ്തു എന്നൊരു ഒരിക്കലും അങ്ങനെയൊന്നും ആരെയും ടാർഗറ്റ് ചെയ്തെന്ന് വന്നിട്ടൊന്നുമില്ല. ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അയ്യോ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പി ആർ ഒമാർ നമ്മളെ സൈബർ ആക്രമണം ചെയ്യുമെന്നൊന്നും പേടിച്ചെന്നുള്ള വാക്കുന്നുള്ളൂ. പേടിച്ചൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ചോദിക്കേണ്ടത് ചോദിക്കും, പറയേണ്ടത് പറയും, കേൾക്കാനുള്ളത് കേട്ടോണ്ടിരിക്കുന്ന സന്തോഷമുള്ള കാര്യം. അത്ര നമ്മൾ പറഞ്ഞിട്ടാണല്ലോ കേൾക്കണേ എന്ന് കരുതി നമുക്ക് ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവരെയും പോലെ നമുക്കുണ്ട്, എനിക്കുമുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ എല്ലാവർക്കും അറിയാം, അവസാനത്തെ ഒരാഴ്ച ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റന്റ് എല്ലാം ബിഗ് ബോസ് ഹൗസിൽ കയറിയതിനു ശേഷം അവരെല്ലാവരും ടാർഗറ്റ് ചെയ്തത് അനുമോളെയാണ്. അപ്പൊ എല്ലാവരും കൂടെ അനുമോൾക്ക് നേരെ വലിയൊരു അറ്റാക്ക് കൊടുക്കുകയും അനുമോളുടെ കുറ്റങ്ങൾ പറയുക, അനുമോളെ മെന്റലി ഇമോഷണലി ഭയങ്കര ടയേർഡാക്കുക. അതിന്റെ പുറത്ത് അവരുടെ ഒരു പ്ലാനിങ് എന്താന്ന് വെച്ചാൽ അനു ഔട്ടാവും, അനീഷ് വിജയിക്കുമെന്നാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരൊറ്റ കളിയാണ് ഗെയിമിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എന്നാ ഞാൻ പറയാം. കാരണം നിങ്ങൾ എല്ലാവരും അനുവിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് എല്ലാവർക്കും അനുവിനോടുള്ള ഒരു ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. ഇതിന് തൊട്ട് മുമ്പുള്ള റോബിൻ രാധാകൃഷ്ണന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ജിൻഡോന്റെ അടുത്താണെങ്കിലും നിങ്ങൾക്കറിയാം, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒരുപാട് വർക്കൗട്ട് ചെയ്തിരുന്നു. ആ സെയിം സാധനം ഇവിടെ നടന്നിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ അപ്പാനി പറഞ്ഞു, എനിക്ക് തോന്നിയ ഒരു അലിഗേഷൻ ഞാൻ അനുവിനോട് സംസാരിച്ചതാണ് എന്ന് അപ്പാനി പറഞ്ഞു. അപ്പാനിക്ക് ഇത് സംസാരിക്കാനുള്ള സ്പേസ് എത്രയോ ഉണ്ടായിരുന്നു. ഈ ബിഗ് ബോസിന്റെ ഈ അവസാനത്തെ ഒരാഴ്ച വന്നു നിന്ന് സംസാരിച്ച് ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി അതിന്റെ പുറത്ത് എന്തൊക്കെ എക്സ്പ്ലനേഷൻ തരികയാണെങ്കിലും ഇത് നിങ്ങൾ മനഃപൂർവ്വം അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് നമ്മൾ കാണുന്ന മനുഷ്യന്മാർക്ക് ക്ലിയർ ആയി മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ കളിക്കുള്ള ഒരു മറുപടി കൂടിയാണ് ആദിൽ ഔട്ടായത്, 100 ഔട്ടായത്, അതിന്റെ കൂടെ അനു വിൻ ചെയ്തത്. അവസാനം അനുമോളോട് അത്രയും പറയേണ്ടില്ല എന്ന് തോന്നിയോ? ചേട്ടാ ഇല്ല, അനുമോൾ ഒറ്റ ഒരാൾ കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും അപ്പാനിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. സോ അകത്ത് ചെന്ന് അനുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോ അനു ക്ലിയർ ചെയ്തു, അനു അംഗീകരിച്ചു. അനു അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നില്ല, അല്ലെങ്കിൽ അനുവിന് വല്ല വോട്ടം ബിൻസിയാണ് അനുവിനെ ജയിപ്പിച്ചതെന്നാണല്ലോ ഇവിടെ പൊതുവെ പറയുന്നത്. അത് തോന്നൽ മാത്രം. അനുവിനെ ജയിപ്പിച്ചത് വിനു ആയിരിക്കും, പി ആർ എല്ലാവർക്കും പി ആർ ഉണ്ടല്ലോ, പക്ഷെ അനുവിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അനുവിന്റെ പി ആർ അനു കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. പിന്നെ പി ആർ ഉള്ളത് നല്ല, എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല, പക്ഷെ പി ആർ കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. ഇപ്പൊ എന്നെ പോലെ ഫെയിം അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പി ആർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം. ബിൻസി പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യത്തിനോട് ഞാൻ നന്നായി യോജിക്കുന്നുണ്ട്. കാരണം അനുമോള് ദേഷ്യത്തിന്റെ പുറത്ത് ബിൻസിയുടെ അച്ഛന്റെ പ്രൊഫഷനെ കളിയാക്കി പറഞ്ഞു. ഒരു മക്കൾക്കും സ്വന്തം അച്ഛനെയും അമ്മേനെയും അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റില്ല. ഈ അനുവിന്റെ അടുത്ത് തന്നെ അനുവിന്റെ അച്ഛൻ ടാപ്പ് തൊഴിലാളി ആയിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനു കേട്ടിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അനു കേട്ടിരിക്കുന്നത്. അതിന്റെ റിയാക്ഷൻ ബിൻസി കൊടുത്തു. അത് ബിൻസി കൊടുക്കുക തന്നെ ചെയ്യണം. കൊടുത്തില്ലെങ്കിലാണ് ബിൻസിനെ ഞാൻ ഈ വീഡിയോ കൂടെ 4 പറയാം. അപ്പൊ അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. പിന്നെ ബിൻസി പറയുന്നത് പോലെ അനുവിന് വോട്ടുണ്ട്. അനുവിന് വോട്ട് പി ആറിന്റെ ബേസിസിലാണ്. നല്ല രീതിയിലുള്ള പി ആർ അനുവിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും മാസീവായിട്ട് അനുവിനെ അറ്റാക്ക് ചെയ്തത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. അതുവഴി അനുവിനോട് ഒരുപാട് ഇമോഷണൽ കണക്ഷനും അറ്റാച്ച്മെന്റും തോന്നിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എത്ര PR ഉണ്ടായിട്ടും കണ്ടന്റ് അതിൽ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ വിനു എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ശൈത്യയുടെ PR. വിനു തന്നെ പറയുന്നത് എന്തെങ്കിലും ഒന്ന് ശൈത്യ കാണിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നും ചെയ്യാണ്ട് ചൊറിയും കുത്തി ഇരിക്കുകയല്ല. പക്ഷെ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ കയറിയ ടൈം തൊട്ട് ടിൽ ദി എൻഡ് വരെ നല്ല രീതിയിൽ കണ്ടന്റ് ആളതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുള്ളത് ആൾക്ക് ശരിക്കും ഞെട്ടിച്ചത് ലക്ഷ്മിയുടെ ഒരു റെസ്പോൺസ് ആണ്. ഇവൻ അനുവിന്റെ കൂടെ നിൽക്കേണ്ട ശൈത്യ, ആദില, നൂറ ഇവർ ഇത്ര പേരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കണക്ഷൻ അനുവിന്റെ അടുത്ത് ഉണ്ടായിരുന്നോ എന്ന് ഞാൻ വരെ സംശയിച്ചു പോയി. ആ കണക്ഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഒന്ന് മസ്താനിയിലും അല്ലെങ്കിൽ ലക്ഷ്മിയിൽ നിന്നാണ്. മസ്താനീന്റെ ഒരു കണക്ഷനെ ഞാൻ ഇങ്ങനെ ആത്മാർത്ഥമായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഓൾറെഡി നാരായണക്കല്ലായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ തനിക്ക് എന്തെങ്കിലും ഒരു റീച്ച് കിട്ടണമെങ്കിൽ താൻ അനുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് കരുതി വരാനുള്ള ഒരു ചാൻസ് മസ്താനീന്റെ സൈഡിലുണ്ട്. പക്ഷെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വളരെ പ്രാക്ടിക്കലായി അവനവന്റെ സ്റ്റാൻഡിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് അവരുടെ ഒരുമിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതൊന്ന് കാണാം. ഹായ്, ഞങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാം, വാ. എന്താ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? ദ മച്ച് വെയിറ്റഡ് ഈശ്വര ട്രോഫി. സമയത്ത് എത്രേ? 2 മണി. ഞങ്ങളിപ്പോ വന്ന് കേറിയുള്ളൂ. സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അതെ, ഒരുപാട് സ്നേഹവും താങ്ക്സും പറയാണ്. കാരണം വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ആദില നൂറായന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ലക്ഷ്മിക്ക് ഭയങ്കര എഗെയിൻസ്റ്റ് ആയി നിന്ന ഒരാളാണ്. പക്ഷെ ലക്ഷ്മിനെ നേരെ ഞാൻ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു സ്റ്റാൻഡുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ലേഡി എന്ന് ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പോഴും ആദിലയും നൂറേന്റെയും ടോപ്പിക്കിൽ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ബിഗ് ബോസിന്റെ ഉള്ളിൽ അത്രത്തോളം അറ്റാക്ക് ആൾക്ക് നേരെ വന്നപ്പോഴും ഒരു ഫുൾ ടൈം കൂടെ നിന്ന് അനുവിന് കൊടുക്കേണ്ട സപ്പോർട്ട് എല്ലാം കൊടുത്തുകൊണ്ട് അനുവായി ചേർത്ത് പിടിക്കാൻ കാണിച്ച ഒരു കണക്ഷനും അറ്റാച്ച്മെന്റും എനിക്ക് ലക്ഷ്മിയുടെ സൈഡിൽ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ലക്ഷ്മി ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് എന്ന് പറയും ഇൻ കേസ് ഓഫ് ക്യാരക്ടർ വൈസ്. പിന്നെ ആൾക്ക് ചില കാര്യത്തിൽ ആളതായ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അത് പിന്നെ കൊണ്ടുപോയി മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. PR റിലേറ്റ് ചെയ്ത് അനു പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഇനി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഈ ഒരു ഞാനൊരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയിൽ അനുവിന് ഇപ്പം കപ്പ് കിട്ടിയില്ല, അത് PR മേടിച്ചതാണോ? ഇല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. അതിപ്പം പ്രേക്ഷകർ ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഷോ കാണുന്നത്. ഇപ്പം ബിഗ് ബോസിൽ മനസ്സിലാവും അവിടെ ഞാൻ കിടന്ന് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, ഞാൻ എപ്പോഴും അതാ പറയുന്നത്, ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം. എനിക്ക് PR ടോപ്പിക്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം സങ്കടം. അപ്പം PR റിലേറ്റ് ചെയ്താണോ അനു വിജയിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ച സമയത്ത് അനു പറയുന്നത് ഞാൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ ഇന്നിപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടിയാണ് അനുമോൾ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടന്നു പോയെന്ന്. സാധാരണ ഒരു കണ്ടസ്റ്റന്റിനെ പോലെ വളരെ ഈസി ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ബിഗ് ബോസ് ഹൗസിൽ. അവിടെ തല്ല്, വഴക്ക്, ഒച്ചപ്പാട്, പിണക്കം, അലിഗേഷൻസ്, ഒറ്റയ്ക്കാക്കല്, കിച്ചന്റെ പേരിൽ ഇഷ്യൂ, പട്ടിണി കിടക്കല്, ബെഡിലൊഴിക്കല്. എന്റെ അമ്മോ, ഈ ഒരു 100 ദിവസം അനുഭവിച്ച എന്താണെന്നറിയില്ല. അപ്പൊ ആൾ അത്രത്തോളം സഹിച്ചിട്ടുണ്ടോ. PR കൊടുത്തെങ്കിൽ കൊടുത്തോട്ടെ, ആയിക്കോട്ടെ. ഈ PR ആന്ന് മനസ്സിലാക്കി എന്തിനാ മണ്ടൻ ഓഡിയൻസ് വോട്ട് ചെയ്യാന്നൊന്നേ. എല്ലാവരും PR വോട്ട് ചെയ്തവരല്ലല്ലോ. അതല്ലാണ്ട് വോട്ട് ചെയ്ത എത്രയോ ആൾക്കാരില്ലേ. ഒരാൾ ജയിച്ച് നല്ല നിലയിൽ എത്തുമ്പോ പിന്നെ ഈ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ്? മിണ്ടാണ്ട് വായടച്ച വഴി പോയാൽ പോരെ. ഇത് വിജയത്തിനും കുശുമ്പ് കൊള്ളുന്ന കുറെ എണ്ണങ്ങള്. എത്തിക്സ് ഉള്ളവരെ കുറ്റം പറയില്ല. എന്നാൽ ഒരു പിടി കള്ളന്മാരല്ലെങ്കിൽ അധർമ്മികളുണ്ട്, അവരെപ്പോഴും ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏഷ്യാനെറ്റിനോടും അതുപോലെ തന്നെ ബിഗ് ബോസ് അധികാരികളോടുമാണ്. കാരണം ഏറ്റവും കൂടുതൽ PR നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ വ്യക്തിക്കാണ് 1ാം സ്ഥാനം വിജയിച്ചിരിക്കുന്നത്. PRകളുടെ അളവിൽ കുറച്ച് കുറവുള്ള ആള് 2ാം സ്ഥാനത്തേക്ക് എത്തി. അതിലും PR-ന്റെ അളവ് വീണ്ടും രജിത് സാറിന്റെ വായിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു സാധനം മാത്രമാണ്, PR-ന്റെ ബേസിസിലാണ് ജയിച്ചതെന്നുള്ളത്. എടോ, ഞാനിപ്പോ ഒരു റിയാലിറ്റി ഷോന് പങ്കെടുക്കാൻ പോവാണ്. അതിൽ വോട്ടിംഗ് സ്ട്രാറ്റജി ഉള്ള ഒരു സാധനമാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറയും ഞാൻ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളത്. അതിന് കുറച്ച് കൂടിയൊരു സാധനമാണ് PR. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നൊരു പൈസ കൊടുക്കുക, എന്നിട്ട് നമ്മൾ മാക്സിമം അവർ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത കണ്ടന്റും കാര്യങ്ങളും അങ്ങ് പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഈ PR എന്ന് പറയുന്നത്. ഇനി എത്ര PR കൊടുത്തിട്ടുണ്ടെങ്കിലും അത്രയും വോട്ടൊക്കെ ഒരു PR-ന് മറയ്ക്കാൻ പറ്റില്ല.
ബോട്ട് അടിച്ച് കയറ്റുന്ന ഒരു സാധനം ഓഫ് കോഴ്സ് ബിഗ് ബോസ് ടീമിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബോട്ട് ഫോളോവേഴ്സിനെ നമുക്ക് നോക്കിയാൽ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് നോക്കിയാൽ അറിയില്ലേ. അപ്പൊ എങ്ങനെ ഒരാള് ചെയ്തു എന്നാ പറയുന്നത്? വിനുവിന് കിട്ടിയ പൈസയുടെ ഡ്യൂട്ടി വിനു ചെയ്തു. വിനുവിന് കൊടുക്കുക എന്നുള്ളത് അനുമോളുടെ ഒരു സ്ട്രാറ്റജി. ബാക്കിയുള്ള വ്യക്തികളും കൊടുത്തിട്ടുണ്ട്, അനുവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അനുവിന്റെ കഴിവിനനുസരിച്ച് ഒരു എമൗണ്ട് കൊടുത്തു, ബാക്കിയുള്ളവർ അവരുടെ കഴിവിനനുസരിച്ച് ഒരു എമൗണ്ട് കൊടുത്തു. ഇതിപ്പോ ഇത്ര വലിയ ബിഗ് ഡീലാണോ? ഇപ്പൊ ഈ ആൾക്കാർ ഇതിനെ ചർച്ച ചെയ്ത് വളച്ചൊടിച്ച് ഇതിനെ വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഇങ്ങനെ പലതരം അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു വോയിസ് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. PR തൂക്കി പ്രേക്ഷകർ തോറ്റു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനവും കേട്ട് അനുവിന്റെ ഒരു റെസ്പോൺസോട് കൂടി നമുക്ക് ഈ വീഡിയോ വേഗം അവസാനിപ്പിക്കാം. തന്നെയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. എന്തായാലും പ്രേക്ഷകർ തോറ്റു. PR വിധി പ്രകാരം ഒരു ഫാമിലി ഷോ എന്ന് പറഞ്ഞ് കളിപ്പിച്ച് ഈ മനുഷ്യരെ എന്നും മണ്ടരാക്കിക്കൊണ്ട് ഇപ്രാവശ്യവും ഈ കണ്ട ഓരോ ബിഗ് ബോസിനും ഒന്നിനും കൊള്ളിയില്ലാത്തവന്മാര്, ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് കളിച്ചവന്മാരാണ് ജയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ മോഹൻലാലിന്റെ തള്ളു കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്തോ സംതിങ് ഒരു ഡിഫറെന്റ് ഇതിലേക്ക് വരുന്ന. ഏറ്റവും കൊള്ളിയില്ലാത്ത ഒരു സ്ത്രീയെ വെച്ച് PR വർക്കും കൂടോത്രത്തിൽ മുങ്ങിയ ഒരു ലേഡി. ഇത് മാത്രല്ല, ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ ഓഡിയോസ്, ഗ്രൂപ്പിലെ ചർച്ചകൾ, റിപ്പോർട്ട് ചെയ്യണം, ഈ ചാനലിൽ റിപ്പോർട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങൾ ഇടോ നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം രക്ഷാകുലയാവുന്നത് എന്ന കാര്യം എനിക്കറിയില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദിസ് ഇസ് എ ഗെയിം. ഇപ്പൊ നിങ്ങൾ ഈ കുറ്റം പറയുന്ന ഈ അനുമോളാണെങ്കിലും ആദിലയാണെങ്കിലും നാളെ ഇവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇപ്പൊ ഈ കുറ്റം പറഞ്ഞ അനുമോളും അനീഷാണെങ്കിലും നാളെ അവരെ ഹഗ് ചെയ്യും. ഇവർക്ക് വേണ്ടി ഈ മല്ലിട്ടിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ കോമാളികളാവുന്നത്. നിങ്ങൾ ആലോചിച്ചോ, നാളെ മറ്റന്നാൾ ഈ അനുമോളും അനീഷും ഒരുമിച്ച് ഒരു ഷോയിൽ വരും, അവരൊരു കമ്പനി ആയിട്ട് പോകും. അനീഷിന്റെ കാര്യങ്ങളായിട്ട് പോകും, അനുവിന്റെ കാര്യങ്ങളായിട്ട് പോകും. അനീഷിനും കിട്ടിയിട്ടുണ്ട്, അനുവിനും കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരാൾ മാത്രമേ ജയിക്കൂ. അപ്പൊ ഈ അക്ബറിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് കരയുക, ഷാനവാസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ കിടന്ന് കരയുക. ഈ അനീഷ് മാത്രമല്ല കണ്ടസ്റ്റന്റ്, ഒരുപാട് കണ്ടസ്റ്റന്റ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു ഡെസ്റ്റിനി. അനു വിജയിക്കണം എന്നായിരുന്നു ഈ ഒരു സീസൺ. ഇവിടെ അങ്ങനെ കാണുക. ഈ രോക്ഷാകുലയായി കരഞ്ഞത് കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ബിഗ് ബോസ് മാറാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ കാണില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സീസൺ വരുമ്പോൾ ഇതിന് ഇരട്ടി ആൾക്കാർ എന്തായാലും ബിഗ് ബോസ് ഇരുന്ന് കാണും. അത് എല്ലാ കാസ്റ്റിലും, എല്ലാ ജെൻഡറിലും, എല്ലാ ഏജിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ ഇതൊന്നും വലിയൊരു രോക്ഷാകുലമായിട്ട് ഇതങ്ങ് എടുക്കേണ്ട ഒരു സാധനമാണെന്നൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഇനി അനുമോൾ ഇറങ്ങിയതിന് ശേഷം ആളുടെ ചാനലിൽ ഇട്ടൊരു വീഡിയോ ഉണ്ട്, അതിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കിയിട്ട് അവസാനിപ്പിക്കാം. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ബിഗ് ബോസ് സീസൺ 7 ഒരു ലേഡി വിന്നറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് അഭിമാനത്തോടുകൂടി, ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാനിപ്പോ ഈ ഒരു മൊമെന്റ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കട്ടെ എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ സ്നേഹിച്ച്, എന്റെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് എന്റെ കൂടെ നിന്ന ഈ ലോകമെമ്പാടുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഈ ഒരു അവസരത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒത്തിരി പേര്, ഞാനിതാ ഇപ്പോൾ ചെന്നൈയിലാണ്. അവിടുന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഒരു ഫസ്റ്റത്തെ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നത്. സന്തോഷമാണ്, കാരണം 100 ദിവസത്തെ ഒരു ജീവിതമായിരുന്നു ഞാൻ അവിടെ അനുഭവിച്ചത്. സന്തോഷവും സങ്കടങ്ങളൊക്കെ നിറഞ്ഞത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് എല്ലാവരോടും. ഞാൻ ഒരുപാട് കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ ലോകമായിട്ട്, അവരുടെ തിരക്കുകളായിട്ട്, അവരുടെ ജാടയായി, അവരുടെ അഹങ്കാരമായിട്ട് പോകുന്നത്. മീഡിയക്കാരോട് സംസാരിക്കുന്നവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. അതിൽ നിന്ന് തന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തത് തന്റെ പ്രേക്ഷകരാണ് എന്ന് മനസ്സിലാക്കി ആ പ്രേക്ഷകർക്ക് ഒരു താങ്ക് യു പറയുന്ന രീതിയിൽ ഒരു വീഡിയോ എടുക്കാനും അത് ചാനൽ അപ്ലോഡ് ചെയ്യാനും കാട്ടിയിട്ടുള്ള ഒരു മനസ്സ് ഫസ്റ്റായിട്ടും നമ്മൾ കാണേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാവരുടെ ലൈഫിലും വേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കൃതജ്ഞത രേഖപ്പെടുത്തുക. നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അനു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇത്രത്തോളം അനുഭവിച്ച സമയത്ത് ആൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്റെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും, എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും, എല്ലാവരും എന്നെ ചേർത്ത് നിർത്തും എന്നുള്ളത് ആൾ ഒരിക്കലും വിചാരിച്ചിട്ടും ഉണ്ടാവില്ല, പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വന്ന് ഇന്ന് ലൈഫ് ഇത്രത്തോളം ഫ്ലറിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ അത് പോസിറ്റീവ് ആയിട്ട് മാറും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.